Hello, Assalamu alaikum. Once again, welcome back to Hasna's Henna Hut. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ cocopeat അല്ലെങ്കിൽ ചകിരി ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈർപ്പം വലിച്ചെടുത്തിട്ട് അത് മണ്ണിൽ തന്നെ വെക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് ഈ ഒരു ചകിരി ചോറിന്. അപ്പോൾ മണ്ണ് പെട്ടെന്നൊന്നും ഉണങ്ങി പോവില്ല. നമ്മുടെ വീട്ടിൽ എന്നും നമ്മൾ കാണാറുള്ള ചകിരി വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ചകിരി മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. കുറേ പേർക്ക് അറിയാമായിരിക്കും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. പക്ഷേ അറിയാത്തവർക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പോൾ ഉണങ്ങിയ തേങ്ങയാണ് നമ്മൾ ഇതിനു വേണ്ടി എടുക്കുന്നത്. പച്ച തേങ്ങയാണ് കയ്യിലുള്ളതെങ്കിൽ അത് വെയിലത്ത് വെച്ചിട്ട് ഒന്ന് ഉണക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ തേങ്ങേൻ്റെ ചകിരി ഇതുപോലെ ഒന്ന് പൊളിച്ചെടുക്കുമ്പോൾ അതിൽ നിന്ന് ഇതുപോലെ പൊടി പോലെ വീഴുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ cocopeat. ഇതേപടി ചെടികൾക്ക് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതുപോലെ ബൾക്കായിട്ട് പ്രിപ്പയർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നും തേങ്ങ പൊളിക്കുന്ന സമയത്ത് ഇതുപോലെ ഉണങ്ങിയ തേങ്ങയിൽ നിന്ന് ചകിരി മാറ്റിയിട്ട് നമുക്ക് ദിവസം ഇതുപോലെ പൊടിയായിട്ട് കളക്ട് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ എന്നെപ്പോലെ ഇതിപ്പോൾ ബൾക്കായിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചകിരി ഇതുപോലെ പിച്ചിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചകിരി ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഈ ചകിരിയിൽ നിന്ന് cocopeat സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 മെത്തേഡ് വഴി നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. ഒന്നുകിൽ ഇതുപോലെ കൈവച്ചൊന്ന് ഉരച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ പൊടി പൊടിയായിട്ട് വീഴുന്നത് കാണാം. അപ്പോൾ ഇതാണ് എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ടായത്. കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയത് ഇതായിരുന്നു. അപ്പോൾ ഇതുപോലെ നമുക്ക് കൈവച്ച് ഉരച്ചു കൊടുത്താൽ ഇങ്ങനെ പൊടിയായിട്ട് വീഴും. അത് നമുക്ക് ഒരു പാത്രത്തിൽ കളക്ട് ചെയ്ത് വെക്കാം. വേറൊരു മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുപോലെ പിടിച്ചിട്ട് ചെറിയ ചെറിയ പീസായിട്ട് ഒരു കത്രിക വെച്ചിട്ട് മുറിച്ചു കൊടുക്കാം. പക്ഷേ അതെന്തോ കുറേ സമയം എടുക്കുന്നത് പോലെ തോന്നി. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത് കൈ വെച്ചിട്ട് ഒന്ന് ഉരച്ചു കൊടുക്കുന്നതായിരുന്നു. അതല്ലെങ്കിൽ നമുക്ക് ഈ ചകിരിയൊക്കെ കൂടിയിട്ട് ഒരു പഴയ മിക്സിയുടെ ജാറൊക്കെ ഉണ്ടെങ്കിൽ അതിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താൽ നമുക്കിതുപോലെ പൊടിയായിട്ട് കിട്ടും. അപ്പോൾ കുറച്ച് cocopeat നമ്മളിവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് ചകിരിയുടെ കഷ്ണങ്ങളൊക്കെ ഇതിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതൊന്ന് അരിച്ചു കൊടുക്കുന്നുണ്ട്. അരിച്ചു കൊടുക്കുന്ന സമയത്ത് ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് പോലത്തെ ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിവിടെ സാധാരണ നമ്മൾ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന അരിപ്പയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ചെറിയ ഹോളുള്ളതല്ല, നമ്മൾ ജ്യൂസൊക്കെ അരിക്കുന്ന അരിപ്പയാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലൂടെ ഇത് ഫൈനായിട്ട് അരിഞ്ഞ് കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്നത് പോലെ ഫൈനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു സ്റ്റെപ്പും കൂടി ഇതിൽ ബാക്കിയുണ്ട്. ഈ ഒരു ചകിരിച്ചോറിലേക്ക് അത് മുങ്ങിക്കിടക്കാൻ പാകത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ചകിരിച്ചോറിൽ കറകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് പോക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതിലെ കറയൊക്കെ അങ്ങ് ആ വെള്ളത്തിലേക്ക് പോയിക്കോളും. ആ കറ നമ്മുടെ ചെടികൾക്ക് നല്ലതല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത്. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും വെള്ളം തട്ടുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു 5-10 മിനിറ്റ് ഇതുപോലെ ഒന്ന് ലീവ് ചെയ്തതിന് ശേഷം നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ട് അമർത്തി പിഴിയണം. എന്നിട്ട് അത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. അതാണ് നമ്മുടെ cocopeat.
നമ്മുടെ ചകിരിച്ചോറിന്ന് ഇറങ്ങിയിട്ടുള്ള കറയാണ് ആ വെള്ളത്തിൽ കാണുന്നത്. അപ്പോൾ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തിട്ട് വെക്കുന്നത്. അപ്പോൾ ആ കറയുള്ള ചകിരിച്ചോറ് നമ്മുടെ ചെടികൾക്ക് അത്ര നല്ലതല്ല. ഇനി ഈ ചകിരിച്ചോറ് മണ്ണുമായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെടികൾ നടാം. ഈക്വൽ പ്രപ്പോർഷനാണ് നമ്മൾ ചകിരിച്ചോറും മണ്ണും എടുക്കുന്നത്. എത്രയാണോ മണ്ണെടുക്കുന്നത് അത്രയും ചകിരിച്ചോറാണ് ഒരു ചെടി നടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇന്ന് പറയുന്നത് പോലെ ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.